കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഒരു ഹോം മാച്ചാണ്. നാളെ നടക്കാൻ പോകുന്ന മത്സരമാണ് എഗെയിൻസ്റ്റ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പറ്റി പറയുമ്പോഴത്തേക്കും നിലവിൽ പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 24 പോയിന്റ്സ് ഒക്കെ ഉണ്ട് എന്നത് ശരിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 4 പോയിന്റ്സ് കൂടുതൽ അവർക്കുണ്ട്. പോയിന്റ് ടേബിളിൽ പറഞ്ഞ പോലെ ഒരു സ്ഥാന വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 4 മത്സരങ്ങളിൽ നിന്ന് 3 വിജയങ്ങൾ സ്വന്തമാക്കിയിട്ട് നിൽക്കുകയാണ്. സോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് അവർക്ക് കഴിഞ്ഞ 3 മത്സരങ്ങളിലും വിജയം നേടാൻ സാധിച്ചിട്ടില്ല. ഒരു വിൻലെസ് റണ്ണാണ് നടത്തുന്നത്. 3 സമനിലകളുമായിട്ടാണ് നിൽക്കുന്നത്. സോ ആ മത്സരത്തിൽ കൂടുതൽ പോയിന്റ്സ് കിട്ടിയിരുന്നില്ല അവർക്ക് പോയിന്റ് ടേബിൾ ഇതിനേക്കാൾ ഒരു മെച്ചപ്പെട്ട പൊസിഷനിൽ നിൽക്കാൻ സാധിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ വിജയമില്ലാത്ത രീതിയിൽ വരുന്ന ആ ഒരു ടീമിനെ KBFC എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഒരു ഹോം മാച്ച് കൂടിയായ സ്ഥിതി. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പറ്റി പറയുമ്പോഴത്തേക്കും അവരുടെ അറ്റാക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രധാന സ്ട്രെങ്ത് തന്നെയാണ്. നമുക്കറിയാം ഗുല്ലേമോയും ജിതിൻ എമ്മസും ഏറ്റവും പ്രധാനപ്പെട്ട താരം അലാദീൻ അജറായി ഈ ഒരു ISL തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തുന്ന അറ്റാക്കിംഗ് പ്ലെയറാണ്. അപ്പം ആ ഒരു താരം ഓരോ ടീമിനെയും പണിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. നിലവിൽ ടോപ്പ് സ്കോററായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ISL കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസാണ് സോഫാർ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ അറ്റാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാലും മികച്ചത് തന്നെയാണ്. ഇപ്പം എസൂസ്, നോവ, കോറു സിംഗ് ഒക്കെ നല്ല ഫോമിൽ തന്നെയാണുള്ളത്. എന്നാൽ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി അപ്പർ ഹാൻഡ് നോർത്ത് ഈസ്റ്റിനുണ്ടോ എന്ന് തോന്നും. ഡിഫൻസിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻ പേപ്പർ ചിലപ്പോൾ നമ്മളായിരിക്കും മികച്ചതെന്ന് തോന്നുമെങ്കിലും അവരുടെ ഉള്ള പ്ലേയേഴ്സ് വളരെ മികച്ച ഫോമിലാണ് കളിക്കുന്നത്. അതുപോലെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഗുർമീത് സിംഗ് എന്ന് പറയുന്ന അവരുടെ താരം ഇപ്പം നിലവിലൊരു ടോപ്പ് 3 ഗോൾ കീപ്പേഴ്സ് നിലവിലെ ഫോമിൽ വെച്ച് ISL നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുന്നൊരു താരമാണ് അദ്ദേഹം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഒരു രീതി ഇനിഷ്യൽ സ്റ്റേജിൽ അവർ ഗോൾ അടിക്കുക, പിന്നീട് അവസാനം വഴങ്ങുക, ഇങ്ങനത്തെ ഒരു പരിപാടി അവർ സ്ഥിരമായിട്ട് നമുക്ക് കാണുന്നൊരു പ്രവണതയാണ്. കഴിഞ്ഞ മാച്ചിൽ അങ്ങനെ അല്ലായിരുന്നു എങ്കിലും നമ്മൾ മാക്സിമം ആദ്യ മിനിറ്റ്സിലൊക്കെ ഡിഫെൻസീവായി നിന്ന് ഒരു അവസാന നിമിഷം സെക്കൻഡ് ഹാഫിലേക്ക് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ആ ഒരു ഗോളിലേക്കൊക്കെ എത്തിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അവർ തീർച്ചയായിട്ടും ഡെസ്പറേറ്റ് ആയിരിക്കും. അവർക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം കഴിഞ്ഞ 3 മാച്ചായിട്ട് വിജയിക്കാൻ സാധിക്കുന്നില്ല, ഒരു വിജയത്തിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യം. ഇനി ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 പരിശോധിക്കുന്ന സമയത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു 4-3-3 ഫോർമേഷനിൽ ഗോൾ കീപ്പർ എന്ന നിലയിൽ ഗുർമീത്, ഡിഫൻസിലേക്ക് വരുമ്പോഴത്തേക്കും അഷീർ ആൻഡ് സബാക്കോ, സെൻട്രൽ ബാക്കിൽ റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ റെഡിം തലാങ്, അതുപോലെ ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും സാംഡെ, മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും ബെമ്മാമർ, മായക്കണ്ണൻ ആൻഡ് മക്കാർത്തൻ, അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും അജാരി ലെഫ്റ്റിൽ, റൈറ്റിൽ ജിതിൻ എമ്മസ് ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ഗുല്ലേമോ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു 4-2-3-1 ടീമിനെ ലൈനപ്പ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പർ എന്ന നിലയിൽ സച്ചിൻ സുരേഷ്, സെൻട്രൽ ബാക്സ് എന്ന നിലയിൽ ഹോമിപ്പാം ആൻഡ് മിലോസ്, റൈറ്റിൽ സന്ദീപ് ആൻഡ് ലെഫ്റ്റിൽ ഐബാൻ ദോഹ്ലിങ്, കാരണം നവോച്ചയുടെ അഭാവം നമുക്കറിയാമല്ലോ, സസ്പെൻഷനിലാണ്. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ ഫ്രെഡിയെയും ഡാനിഷിനെയുമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ലൂണ, ലെഫ്റ്റിൽ നോവ, റൈറ്റിൽ കോറു ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ യെസൂസ് ജിമിനസ്. ആൻഡ് സെക്കൻഡ് ഹാഫിലായിരിക്കും പെപ്ര, അതുപോലെ വിപിന് ഇഞ്ചറി കഴിഞ്ഞൊക്കെ തിരിച്ചു വരുന്നൊരു സാഹചര്യം ആയതുകൊണ്ടാണ്. അതുപോലെ ഐമൻ, അമ്മാവിയ, അങ്ങനത്തെ തുടങ്ങിയ താരങ്ങളിലേക്ക് ഒരു സാന്നിധ്യം പ്രതീക്ഷിക്കുന്നത്. എക്സ്പെക്ടേഷൻസ് എന്താണ് ഈ ഒരു മാച്ചിനെ പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മാച്ചിനേക്കാൾ തീർച്ചയായിട്ടും നമുക്കൊരു ചലഞ്ച് തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നുള്ളതാണ് നിലവിലെ ഫോമിലൊക്കെ വെച്ചിട്ട് നമുക്ക് പറയേണ്ടത്. നോർത്ത് ഈസ്റ്റിനെതിരെ നടന്നിട്ടുള്ള എവേ മാച്ചിൽ, അതായത് ഫസ്റ്റ് ലെഗ് മാച്ചിൽ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൻ്റെ രീതിയിലാണ് നമുക്കൊരു ഗോൾ കിട്ടിയത്. എന്നാൽ ഒരു ഇൻഡിവിജ്വൽ എററിൻ്റെ പേരിലാണ് ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ്. സോ ആ ഒരു ഫാക്ടേഴ്സ് മാറിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കട്ടക്കട്ട കോമ്പറ്റീഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ചലഞ്ചസ് ഉണ്ട്. അവർ ഈ പറഞ്ഞ പോലെ ഒരു വിൻലെസ് റണ്ണിലാണുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പറഞ്ഞ പോലെ ബാക്ക് ടു ബാക്ക് വിജയം നേടിയാണ് വരുന്നത്. അതുപോലെ അവരൊരു എവേ മാച്ചാണ് കളിക്കാൻ പറ്റുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം മറ്റൊരു മാച്ച് കളിച്ചിട്ട് ഗുവാഹത്തിയിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് കേരളത്തിലേക്ക് വരികയാണ്. അപ്പം അവർ ടീമും റെസ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പം അതൊക്കെ നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചാണ്. ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ചലഞ്ച്, അവരുടെ ചലഞ്ച് എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് അതൊരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റും എന്നുള്ള പോലെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഈ ഒരു മത്സരത്തെ പറ്റിയുള്ളത്? തീർച്ചയായും കമ്പോസ് ചെയ്യുക. ഒരു കൺവേഷൻ സനിങ് ഓഫ്.